ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള റാഗി കൊണ്ട് ഒരു മുറുക്കായാലോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോൾ ഒരുപാട് പേര് ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉണ്ടാക്കുക, റാഗി മാവ് കൊണ്ട് മുറുക്കുണ്ടാക്കിയ ക്രിസ്പി ആയിരിക്കുമോ, അല്ലെങ്കിൽ എന്താണ് ആ മണം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒരുപാട് സംശയങ്ങളായിരുന്നു. അപ്പോൾ വരൂ, നമുക്ക് റാഗി കൊണ്ട് മുറുക്കുണ്ടാക്കാം. 1 കപ്പിൻ്റെ കണക്ക് പറഞ്ഞുതരാം കേട്ടോ. 1 കപ്പ് റാഗിപ്പൊടി എടുക്കുക. പിന്നെ 1 കപ്പ് നിറച്ചെടുക്കണ്ട, അതിന് കുറച്ച് കമ്മിയായിട്ട് നമ്മുടെ അരിപ്പൊടി, വറുക്കാത്ത അരിപ്പൊടിയാണ്. അതേമാതിരി തന്നെ ആ സെയിം 1 കപ്പ് കുറച്ച് കമ്മിയായിട്ട് നമ്മുടെ കടലമാവ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. വെള്ള എള്ളാണ് നമ്മൾ ഇടുന്നത്. ബിക്കോസ് റാഗിപ്പൊടി ഇങ്ങനെ വറുത്ത് വരണ സമയത്ത്, മുറുക്കായിട്ട് വരണ സമയത്ത് ഒരു ബ്ലാക്കിഷ് കളർ, ബ്രൗണിഷ് ബ്ലാക്കിഷ് കളറിലല്ലേ ഉണ്ടാവുക. അപ്പോൾ കറുത്ത എള്ളിട്ടാൽ നന്നായിരിക്കില്ല, വെള്ള എള്ളിടുക. പിന്നെ കായപ്പൊടിയും ഉപ്പും പാകത്തിന്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് എല്ലാവിടേക്കും ഈ മുളക് പൊടിയും എള്ളും കായപ്പൊടിയും ഉപ്പും ഒക്കെ ആവണ പോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ യൂസ് ചെയ്യണത് ലേശം ചുടുവെള്ളമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫ്ലാസ്കിൽ നിന്ന് എടുക്കുന്നത്. പച്ചവെള്ളത്തിൽ കുഴയ്ക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ ചുടുവെള്ളം തട്ടിയാൽ മാത്രമേ കുറച്ചൊരു മയം കാണിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഒരു കാരണവശാലും ഈ ഒരു കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും ഫ്ലാസ്കിൽ നിന്നോ ഇല്ലെങ്കിൽ ചുടുവെള്ളം ഇതാക്കിയിട്ട് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചുടുവെള്ളം തട്ടിയിട്ട് കുഴയ്ക്കുമ്പോൾ തന്നെ ആ മാവ് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വരും. ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുള്ള രീതിയിലാണ് വരിക. അപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെയുള്ള പിടിക്കാൻ പാകത്തിനുള്ള ലെവലിലേക്ക് ആക്കിയിട്ട് അവിടെ ഒരു 2 മണിക്കൂറോളം അവിടെ വയ്ക്കുക. അതവിടെ ഇരുന്ന് നന്നായിട്ടങ്ങ് കുതിരട്ടെ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറുക്ക് ഉണ്ടാക്കണില്ലേ, ഞാൻ തേൻകുഴൽ ടൈപ്പാണ് ഉണ്ടാക്കണത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇല്ല ഇനിയിപ്പോൾ ഇതേ തന്നെ പൊക്കവട വേണമെങ്കിലും പൊക്കവട പോലെ ഉണ്ടാക്കാം. അതിലേക്ക് തേൻകുഴലിൻ്റെ മോഡലിലേക്ക് ഞാൻ ഇട്ടിട്ട് ആ അച്ചിട്ടിട്ടാണ് ഞാൻ പിഴിഞ്ഞെടുക്കണത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു കണ്ണാപ്പയുടെ ഇതിൻ്റെ ബാക്കിൽ ആക്കിയിട്ട് ഞാൻ കണ്ണാപ്പ അങ്ങനെ അതിലേക്ക് കൊണ്ട് ഇടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ റാഗി മുറുക്ക് ഉണ്ടാവുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചലചലപ്പൊക്കെ ഒന്ന് അടങ്ങണ വരയ്ക്കും അപ്പറും ഇപ്പറും പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ചലചലപ്പ് കഴിഞ്ഞു എന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ എടുക്കാം. ചലചലപ്പ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് റാഗിയല്ലേ ഒന്ന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ബബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് പോയിട്ടുണ്ട്. ഇതപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ റാഗി മുറുക്ക് ഉണ്ടാവുക. അതായത് എന്താ പറയുക, എപ്പോഴും നമ്മൾ സാധാരണ പോലെയൊക്കെ മുറുക്ക് ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അതായത് വൺ ഡിമാൻഡുള്ള കാര്യമാണിത്. നിങ്ങൾക്കിനി ഞാൻ കഴിച്ച് കാണിച്ചു തരാം കേട്ടോളൂ. Dum ta na na ta na na na, dum ta na na ta na na na. Vinny's Kitchen.